വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, ഇത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് പോയി അതിനുശേഷം കൃത്യമായ ഒരു അപ് ട്രെൻഡ് വന്ന് മുകളിലേക്ക് കയറിയിരിക്കാനാണ്. നമുക്കൊരു ട്രെൻഡ് ലൈൻ വെച്ച് വരച്ച് നോക്കിയാലും കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മുകളിലേക്ക് കയറുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ വോളിയത്തിൽ നല്ലൊരു സ്പൈക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ബൈയിങ് ഇൻട്രസ്റ്റ് ഇവിടെ കൂടുതലാണെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. അതിനെ ഒരു നല്ല വോളിയത്തോടു കൂടി ഒരു മൊമെൻറ്റം ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് ഒരു റീടെസ്റ്റ് എന്ന രീതിയിലാണ് ഇപ്പം വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പം നിലവിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റുവാണെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് ഒന്നുകൂടെയും കാണാൻ സാധിക്കും. ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ഇപ്പം നിൽക്കുകയാണ്. ഇത് ഒരു ബുള്ളിഷ് സൈനായിട്ടാണ് അസറ്റ് സ്വിംഗ് ട്രേഡ് എന്ന രീതിയിൽ ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ, വോളിയത്തോടുള്ളൊരു ഗ്രീൻ ക്യാൻഡിൽ ഈ കാണിക്കത്തിരിക്കുന്ന ഹൈയെ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ എന്ന രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്ത് എൻട്രിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ എങ്കിലും നമുക്കത് അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നതിന് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മൾ നേരെ ഇതിൻ്റെ ഫണ്ടിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ 2123 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റൽ. അതുപോലെ സ്റ്റോക്കിൻ്റെ PE 34, ഇൻഡസ്ട്രി PE 40. അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർ വാല്യൂഡ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അണ്ടർ വാല്യൂഷൻ എങ്കിലും പറയുന്നതെങ്കിലും ഇതിനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കണക്കാക്കാം. ROC 15% ROE 17. ഇതും നല്ലൊരു സൈനാണ്. അതുപോലെ തന്നെ പീരിയോട്രോക്സി സ്കോർ എന്ന് പറയുന്നത് 5 പോയിൻറ്റ്. ഇത് അത്യാവശ്യം ഒരു മീഡിയം, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. RSI ഏകദേശം ഒരു ബുള്ളിഷ് സിഗ്നലാണെന്ന്. പ്രോഫിറ്റ് ഗ്രോത്ത് 202%, സെയിൽസ് ഗ്രോത്ത് 120%. ഇതൊക്കെ നല്ലൊരു ഇൻഡിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ PE റേഷ്യോ വിത്ത് EPS വിത്ത് PE റേഷ്യോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർ വാല്യൂഡ് ആണെന്ന് തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 10 കോടിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജൂണിലേക്ക്, അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ വരുമ്പം അത് 18 കോടിയായി. എന്നാൽ ഈ പ്രാവശ്യത്തെ ലേറ്റസ്റ്റ് റിസൾട്ട് പറയും 22 കോടി രൂപയിലേക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വളർന്നിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ എഫിഷ്യൻസിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ തന്നെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ലാസ്റ്റ് 2 ക്വാർട്ടറിലും, ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ അതിന് തൊട്ട് മുന്നിലെ ക്വാർട്ടറിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഫിഗറിലേക്ക് മാറ്റാൻ നേരത്ത് ഏകദേശം 4 കോടി രൂപയുടെ വ്യത്യാസം ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ EPS വരാൻ നേരത്ത് കഴിഞ്ഞ സെപ്റ്റംബറിൽ 61 പൈസയായിരുന്നു EPS. പക്ഷേ ഇത് കഴിഞ്ഞ ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ 1 രൂപ 9 പൈസയായി. പക്ഷേ ഈ ഒരു ക്വാർട്ടറിലേക്ക് വന്ന് ഇപ്പോൾ 1 രൂപ 31 പൈസയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ അതർ ഇൻകം, ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അതർ ഇൻകം കൂടിയിരുന്നു കഴിഞ്ഞാൽ അത് ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് EPS അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ അതർ ഇൻകം കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു നല്ല സൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിച്ചു എന്നിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കാൻ നേരത്തെ കൃത്യമായിട്ട് ഇവിടെ ഡ്രാസ്റ്റിക്കലായിട്ടുള്ള ഒരു കിടിലം സെയിൽസ് ടേൺ ഓവറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാം, ഓരോ വർഷം കഴിയും തോറും സെയിൽസ് കൂടി വരികയാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും മനസ്സിലാകും. -4 നിന്നാണ് 15 കോടിയിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അത് 25 കോടിയായി, 53 കോടിയായി, 76 കോടി. ഇതെല്ലാം നല്ല ഒരു സൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടെ വന്നു കഴിയുമ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിയുമ്പം വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇക്വിറ്റി ക്യാപിറ്റൽ ചെറിയ ഡൈല്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും റിസർവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് കാണാം 62 കോടിയായിരുന്നു റിസർവ്. ഇവിടെ നിന്ന് വളരെ ശ്രദ്ധിച്ചാൽ മതി. 2023 39 കോടിയായിരുന്നു. അവിടെ നേരെ 62 കോടിയിലേക്ക് വന്നു. ഏകദേശം ഡബിളായെന്ന് പറയാം. മാർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ, മാർച്ച് 2025 വന്നു കഴിഞ്ഞാൽ 177 കോടി, അതും ഏകദേശം ഡബിളായെന്ന് പറയാം. സെപ്റ്റംബറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അതേ ലേറ്റസ്റ്റ് ക്വാർട്ടറിലേക്ക് വന്നപ്പം റിസർവ് നേരെ ഡബിളായി. ഇത് കൃത്യമായിട്ട് റിസർവുകൾ വർദ്ധിക്കുക എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നതാണല്ലോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിലേക്ക് വന്ന് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അത് വാങ്ങിച്ച് കൂട്ടിയിരിക്കുന്നതും നേരെ എവിടെ നിന്നാണ് പോയിരിക്കുന്നത്, പ്രൊമോട്ടേഴ്സിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കുറയുക എന്ന് പറയുന്ന ഒരു നല്ല സൈൻ അല്ല എങ്കിൽ പോലും ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു ഗുഡ് സൈനായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. പക്ഷേ ഓവറോൾ ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സ്റ്റോക്കായിട്ട് തന്നെയാണ് എനിക്കിതിനെ വാല്യൂ ആയിട്ട് പേഴ്സണലി എനിക്ക് വാല്യൂ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർട്ടിലേക്ക് വന്നതിന് ചാർട്ടും ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഭാവിയിലേക്ക് വാച്ച് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള തെറ്റുകൾ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇത് സ്ട്രിക്റ്റ്ലി ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള വീഡിയോ മാത്രമാണ്. ഇതിന് ഒരു തരത്തിലുള്ള ഒരു ബൈയിങ് റെക്കമെൻഡേഷനായിട്ട് കാണാൻ പാടുള്ളതല്ല. താങ്ക് യു.